എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കുന്നു. അങ്ങോട്ട് ഒരുപാട് സോംബികൾ വന്ന് ഇപ്പൊ ലീഫ് വില്ലേജിലെ ജനങ്ങളെ കൊന്നു തിന്നോണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ട് ഇപ്പൊ സോറ, അപ്പൊ ലീഫ് വില്ലേജ് അത് നശിപ്പിക്കാൻ വേണ്ടിയാണോ നീ എന്നെ കൂട്ടുപിടിച്ചത്? നീ പറഞ്ഞത് നിനക്ക് കൊല്ലേണ്ടത് ഹൊക്കാഗെയാണെന്നല്ലേ? എന്റെ അച്ഛന്റെ ആഗ്രഹവും അതായിരുന്നില്ലേ ചോദിക്കുമ്പോ അതിന് വില്ലൻ പറയും, ഹൊക്കാഗെ മാത്രം കൊന്നുകളഞ്ഞ തീർച്ചയായിട്ടും അവരടുത്ത ഹൊക്കാഗെ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ ഹൊക്കാഗയ്ക്ക് മുന്നേ ആദ്യം കൊന്നു തള്ളേണ്ടത് ഈ ജനങ്ങളെയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ലാൻഡ് ഓഫ് ഫയറിന് വളരാൻ പറ്റൂ. നമുക്ക് ഈ വില്ലേജ് അത് ലാൻഡ് ഓഫ് ഫയർ ആക്കി മാറ്റാൻ കഴിയൂ. അതിലൂടെ മാത്രമേ നിന്റെ അച്ഛന്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. ലൈം സ്റ്റോൺ ജിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഗ്രാമം തന്നെ എംറ്റി ആക്കണം. പിന്നീട് ഒന്നേന്ന് മുതൽ നമുക്ക് ഈ ഗ്രാമം അത് കെട്ടിപ്പടുക്കണമെന്ന് പറയുമ്പോ ഇപ്പൊ വില്ലന്റെ ഒരുപാട് ആൾക്കാര് ലൈറ്റ്നിങ് പവറില് ലീഫ് വില്ലേജിന്റെ ചുറ്റിലും ഇപ്പൊ അങ്ങനെ ചുറ്റി വളയുന്നതായിട്ട് സോറ കാണും. വില്ലൻ പറയും, ഈ ഒരു ജിപ്സു അത് കംപ്ലീറ്റ് ആയ നമ്മൾ പുറത്തേക്ക് പോകണം. കാരണം ഈ ഒരു ജിപ്സുവിന്റെ പവറില് ഈ ഒരു ഗ്രാമം തന്നെ നശിക്കാൻ പോവാണ്. നീ എന്റെ കൂടെ തന്നെ നിൽക്കണം, അതാണ് നിനക്ക് സേഫ് എന്ന് പറയുമ്പോ ഇവിടെ ലീഫ് വില്ലേജിലെ ആളുകളാവട്ടെ മോൺസ്റ്ററുകളുമായിട്ട് ഇപ്പൊ വീണ്ടും പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. അവരോരോ തവണ മോൺസ്റ്റേഴ്സിനെ കൊന്നു തള്ളുമ്പോഴും മോൺസ്റ്റേഴ്സിന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടി അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വില്ലേജിലെ ആൾക്കാര് അവര് ചില്ലറക്കാരല്ല, അവര് വീണ്ടും വീണ്ടും ഇപ്പൊ വാശിയോടെ ഫൈറ്റ് ചെയ്യാണ്. അപ്പൊ വേറൊരുത്തൻ ഇപ്പൊ ഹൊക്കാഗെയുടെ അടുത്തേക്ക് വന്ന് പറയും, അവരെ എത്ര അടിച്ചിട്ടും അവര് മരിക്കുന്നില്ല. അവര് വീണ്ടും വീണ്ടും ഇപ്പൊ റിയാനിമേഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ട് ഹൊക്കാഗെ ടെൻഷൻ അടിക്കും. അതിന് ഷിക്കമൊരു പറയും, ഹൊക്കാഗെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത്തവണ ഞാൻ തന്നെ കളത്തിലിറങ്ങാം. തട്ടിയതാ ഇവിടെ കുട്ടപ്പനാവട്ടെ ലൈറ്റ്നിങ് പവറേറ്റ് ഒരുപാട് ടയർഡായി വലിയൊരു വീടിന്റെ മേലെ അങ്ങനെ തൂങ്ങിക്കിടക്കാണ്. അവള് കുട്ടപ്പനെ നോക്കി ചിരിക്കും, നിനക്ക് അവസാനമായിട്ട് ഞാൻ ഒരു അവസരം തരാം. നീ നിന്റെ ബോഡി അതെനിക്കിതാ, എങ്കിൽ ഞാൻ നിനക്ക് എന്നെ തന്നെ തരാം. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, തീർച്ചയായിട്ടും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ ഗ്രൂപ്പിലെ ആരും ലീഫ് വില്ലേജ് വിട്ട് ജീവനോടുകൂടെ തിരികെ പോവില്ല. അവള് പതിയെ കുട്ടപ്പൻ അടുത്തേക്ക് വന്ന് അവന്റെ കൈ ചവിട്ടാൻ തുടങ്ങും. വീണ്ടും ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ അവള് ഷോക്ക് അടിപ്പിച്ചുകൊണ്ടേയിരിക്കും. നോ എന്ന് പറഞ്ഞ് നറൂട്ടോ അലറിക്കരയും. പക്ഷെ അവൻ വിടില്ല. അവൻ അവന്റെ ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ തൂങ്ങിക്കിടക്കും. പിന്നീട് എടുത്തു ചാടി അവളുടെ തൊട്ടടുത്ത് വരും. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്റെ സമയം എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവളെ അടിക്കാനായിട്ട് ചാടി അടുക്കും. ഇവിടെ ഏമുട്ട സെൻസായി ആൾ എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ ഒരു വില്ലൻ അവന്റെ ഫുൾ പവർ ഇപ്പൊ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൈ ചുരുട്ടി ആഞ്ഞൊരു അടിയടിക്കും. ആ അടിയില് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ചുമര് അങ്ങനെ തകർന്നു വീഴും. വില്ലൻ ചുറ്റും നോക്കും, യാമുട്ടോ സെൻസായെ അവിടെ ഒന്നും കാണാനുണ്ടാവില്ല. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ യാമുട്ടോ സെൻസായി ആവട്ടെ മണ്ണ് തുറന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. വില്ലൻ വീണ്ടും ഇപ്പൊ ചാടി മറിഞ്ഞ് കുട്ടിക്കർണം മറിഞ്ഞ് അറഞ്ചം പൊറഞ്ചം ഇപ്പൊ യാമുട്ടോയെ അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ യാമുട്ടോ മാസ്റ്ററിന് ഒരു പോറല് പോലും ഏക്കില്ല. കട്ട് ചെയ്താ ഇവിടെ സാക്കുറ അവളൊരു പച്ച ട്യൂബ് എടുത്ത് ഏതോ ഒരു ഗുഹയില് ഇപ്പൊ അങ്ങനെ നിൽക്കാണ്. അവള് ട്യൂബ് എടുത്ത് ചുറ്റും നോക്കും. അപ്പൊ ആ ഗുഹയിൽ മുഴുവൻ ഒരുപാട് ബട്ടർഫ്ലൈസ് കാണും. അവറ്റകളെല്ലാം തന്നെ ഇപ്പൊ അവൾക്ക് നേരെ പറന്നു വന്ന് ഒരു പൗഡർ അവളുടെ ബോഡിയിലിടും. കട്ട് ചെയ്താ ഇവിടെ അസുമ മാസ്റ്ററും ഹിട്ടാണി ആവട്ടെ രണ്ടുപേരുടെ നിഞ്ച ടൂൾ വെച്ച് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പരസ്പരം പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും വീണ്ടും ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. ഹിട്ടാണി ഒട്ടനെ ഇപ്പൊ ഒരു സ്പെഷ്യൽ ജിപ്സ് ഉപയോഗിച്ച് ആസുമ സെൻസായെ അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. ഹിട്ടാണി പറയും, എനിക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കണം. ആസുമ സെൻസായി ഇപ്പൊ തന്റെ ഫുൾ പവർ എടുത്ത് അത് തകർക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താ, മാസ്റ്ററിന് അതിന് കഴിയില്ല. ആ സമയത്ത് ഇപ്പൊ മെയിൻ വില്ലൻ അവൻ സന്തോഷത്തോടെ ചിരിക്കും. അവൻ പറയും, ആ ഒരു ലെമൺ ജിപ്സു അതിപ്പോ തന്നെ ആക്ടിവേറ്റ് ആവും. ലീഫ് വില്ലേജ് അത് എന്നേക്കുമായിട്ട് നശിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ അവന്റെ തൊട്ടുപുറകിൽ നിന്ന് അവൻ മറ്റൊരു ശബ്ദം കേൾക്കും. ലീഫ് വില്ലേജ് അല്ല, മറിച്ച് നീയാണ് നശിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ സോറ. അവൻ അവന്റെ നിഞ്ച ടൂൾ എടുത്ത് ഇപ്പൊ വില്ലന്റെ കഴുത്തി വെക്കും. അവൻ പറയും, എനിക്ക് എന്റെ അച്ഛനെ കൊന്ന ആസുമയെ ഒട്ടും ഇഷ്ടമല്ല. അവനോട് റിവെഞ്ച് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അല്ലാതെ നിരപരാധികളായ ജനങ്ങളെ കൊല്ലാൻ ഒരിക്കലും നിന്നെ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് വില്ലൻ ചിരിക്കും. നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ് വില്ലൻ ഒരു കയറെടുത്ത് സോറയുടെ കാലിലിട്ട് അങ്ങനെ കുടുക്കി വലിച്ച് താഴേക്കിടും. വില്ലന് കലി കയറി അവനെ പിടിച്ചു വലിച്ച്, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ, നീയും നിന്റെ അച്ഛനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ് അവൻ സോറയെ തല്ലി തല്ലി കൊല്ലാണ്. ഇവിടെ സാക്കുറ അവൾ ആ ബട്ടർഫ്ലൈസിനെ കണ്ട് അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ അവളുടെ അടുത്തേക്ക് വന്ന്
സാക്കുറ നീ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങും. അവൾ ആ ബട്ടർഫ്ലൈസിനെ കാണിച്ചു കൊടുത്ത് അവറ്റകൾ എന്റെ മേലെ എന്തോ ഒരു പൗഡർ ഇട്ടു, അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതേ സമയം നറൂട്ടോ ആവട്ടെ അവന്റെ കത്തിയെടുത്ത് അവളെ കുത്താൻ പോവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഒരു വില്ലത്തി അവള് ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഇപ്പൊ സാക്കുറ കാണും. സാക്കുറ ചാടി എഴുന്നേറ്റ് ഇപ്പൊ അവിടെ നോടാൻ തുടങ്ങും. കുട്ടപ്പനാണെങ്കില് അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കത്തി കയ്യിലെടുത്ത് അവളുടെ പിന്നാലെ ഓടും. സാക്കുറ നിക്ക്, നിന്നെ ഞാൻ കുത്തിക്കൊല്ലട്ടെ എന്ന് പറഞ്ഞ് അവൻ വിളിച്ചു പറയുമ്പോ സാക്കുറക്ക് ഇറിറ്റേറ്റഡ് ആയി അവൾ ചെവി പൊത്തി ഇപ്പൊ മുൻപോട്ട് ശക്തമായിട്ട് ഓടും. അപ്പൊ അതേ സമയത്ത് ഇവിടെ ഈനോ ആവട്ടെ അവളെ കൊണ്ട് കഴിയും പോലെ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഷിക്കമരി വന്ന് പറയും ബാറ്റിൽ തുടങ്ങാൻ അതിന് സമയമായി. അപ്പൊ മറ്റൊരിടത്ത് ആ ഒരു വില്ലത്തി ആവട്ടെ അവള് സാക്കുറയുടെ മുൻപില് അങ്ങനെ നിൽക്കാണ്. നീ ഇല്യൂഷനിൽ ഇരുന്നത് മതി, ഇനി നിനക്ക് പ്രസന്റ് വേൾഡിലേക്ക് വരാന്ന് പറഞ്ഞ് അവള് ജിപ്സ് യൂസ് ചെയ്യുമ്പോ ഇപ്പൊ സാക്കുറ ആവട്ടെ അവള് പതിയെ കണ്ണു തുറന്ന് അങ്ങനെ ചാടി വില്ലത്തിക്കിട്ടൊരു ഒറ്റ തൊഴി. വില്ലത്തി കറങ്ങി തിരിഞ്ഞ് വീണ്ടും വരുമ്പോ അവളെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ വില്ലത്തിയുടെ വയറ്റിൽ തന്നെ ഒരു കുത്തു കൊടുക്കാണ്. ആ ഒരു ഇടിയില് അവള് പറന്നുപോയി വീണിട്ട് ഇപ്പൊ വണ്ടടിച്ച് സാക്കുറയെ നോക്കും. മാത്രമല്ല ലീഫ് വില്ലേജിനെ മുഴുവനായിട്ടും കവർ ചെയ്ത് വെച്ച ആ ഒരു ഷീൽഡ് അതങ്ങനെ തകരും. ആക്ച്വലി ആ ഒരു ഷീൽഡ് അത് ക്രിയേറ്റ് ചെയ്തത് ഈ വില്ലത്തിയാണ്. ആ സമയത്ത് ഇവിടെ കിബയും ചോച്ചിയും ഈനോയും എല്ലാവരും ഇപ്പൊ ഒരുപാട് ഹാപ്പി ആവും. സാക്കുറ കലക്കിന്നും പറഞ്ഞ് അവര് ചേറിയുമ്പോ ഷിക്കമരു പറയും ഇതുകൊണ്ടൊന്നും ആയില്ല, അവരിപ്പോ നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് മറ്റെന്തെങ്കിലും ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും അവരിപ്പോ ശ്രമിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ഇപ്പൊ ഷിക്കമരു പറയും. ഷിക്കമരു അവരോട് ചോദിക്കും നിങ്ങളുടെ കയ്യില് ഇപ്പൊ ബാലൻസ് ചക്ര പവർ ഉണ്ടോ? അത് കേട്ട് അവർ ആവേശത്തോടുകൂടെ പറയും ഞങ്ങളുടെ കയ്യില് ബാലൻസ് ചക്ര പവർ ഉണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാൽ മാത്രം മതി. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ ഒരുപാട് ഇലക്ട്രിക് പവർ ഏറ്റ് അങ്ങനെ കിടക്കാണ്. വില്ലത്തി കൈ ചുരുട്ടി വീണ്ടും ഇപ്പൊ മഡ്ജിപ്സ് ഉപയോഗിച്ച് കുട്ടപ്പനെ അങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ യാമുട്ടോ സെൻസായി ഇപ്പൊ വെള്ളം ഉപയോഗിച്ച് വില്ലനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യും. വില്ലൻ വെള്ളത്തിൽ കിടന്ന് ഇപ്പൊ പെടഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. മാസ്റ്റർ ചെളിയും വെള്ളവും കൂട്ടിക്കുഴച്ച് ആ ഒരു ചതുപ്പിലേക്ക് വില്ലനെ അങ്ങനെ താഴ്ത്തും. എന്നിട്ട് വീണ്ടും ഫുഡ് ഉപയോഗിച്ച് വില്ലന്റെ ദേഹത്ത് തന്നെ വലിയൊരു മരത്തിനെ ക്രിയേറ്റ് ചെയ്യും. മാസ്റ്റർ പറയും ഈ ഒരു ട്രീ എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിന്നെ ഇവിടെ തന്നെ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ് അവനെ ആ ഒരു മരത്തിന്റെ ഇടയിലിട്ട് ഇപ്പൊ വീർപ്പ് മുട്ടിച്ച് അങ്ങനെ കൊന്നുകളയും. കട്ട് ചെയ്ത് ഇവിടെ ചോച്ചി അവൻ 1 2 3 എന്ന് പറഞ്ഞ് ഇപ്പൊ വലിയൊരു ബോളായി മാറി വില്ലന്മാരെ എല്ലാം തന്നെ ഇപ്പൊ അരച്ച് ചപ്പാത്തിയാക്കാണ്. ചോച്ചിയുടെ കൂടെ തന്നെ ഇപ്പൊ ലീയും കിബയാവട്ടെ അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ മോൺസ്റ്റേഴ്സിനെയും സോംബികളെയും എല്ലാത്തിനെയും ഇപ്പൊ മിനിറ്റ് വെച്ച് തൂത്ത് തുടച്ച് ഗ്രാമത്തിന് വെളിയിലെറിയും. അത് കണ്ട് ഷിക്കമരു ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.